എൻ്റെ മോനെ ചെസ് കളിയാണ് നിർത്തിയാലെന്ന് വിചാരിക്കുന്ന ഒരു കളിയാണ് ഇന്ന് കളിച്ചത്. വെറുതെ പറയുന്നതല്ല, വെറുതെ തള്ളുന്നതല്ല. ഈ കളി നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിരിക്കണം, അവസാനം വരെ കണ്ടിരിക്കണം. കാരണം ഇത് 2 മിനിറ്റിന്റെ കളിയാണ്. അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. 2 മിനിറ്റിന്റെ കളിയാണ്. ഇത് ഏതൊക്കെ രീതിയിൽ പോകുന്നു ജസ്റ്റ് കണ്ടു നോക്കാം. ആദ്യം തന്നെ E4 നീക്കി. നമ്മൾക്ക് ബ്ലാക്ക് സൈഡാണ് കിട്ടിയിരിക്കുന്നത്. അവർ വൈറ്റ് സൈഡ് E4 നീക്കിയിട്ടുണ്ട്, E5. അതിനു മുമ്പ് ഞാൻ വേറെ കാര്യം പറയട്ടെ. ഇന്ന് നമ്മൾ 3 വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. 3 നല്ല കിടിലൻ വീഡിയോസാണ്. കാണാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് കയറി കാണുക. 3 വീഡിയോ കാണുക. നിങ്ങൾക്ക് പ്രയോജനമൊന്നും കിട്ടത്തില്ല, ജസ്റ്റ് കണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. നൈറ്റ് F3 നൈറ്റിനെ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ D6 കളിച്ചു. ബിഷപ്പ് C4, നൈറ്റ് C6. നമ്മൾ നൈറ്റിനെ ഇറക്കി. രണ്ടൊരു അറ്റാക്കിലാണ്. ഇത് നല്ല ടൈം പ്രഷർ ഉണ്ട്, കാരണം ജസ്റ്റ് 2 മിനിറ്റിൻ്റെ കളിയാണ്. ഇതെല്ലാം സ്പീഡിൽ തന്നെ പൊക്കോണ്ടിരിക്കുന്ന കളിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നൈറ്റ് G5. എന്താ നീക്കുന്നു, എങ്ങോട്ട് നീക്കുന്നു, ഒന്നും പിടുത്തമില്ലാത്ത നീ. ബിഷപ്പിനെ ഇറക്കിയിട്ടുണ്ട്. ബിഷപ്പ് D7. ഈ ഒരു മൂവ്മെന്റ് ഞാൻ ഒട്ടും വിചാരിച്ചില്ല വെച്ചാൽ വന്നതേ ഈ മൂവ്മെന്റ് ചെയ്യാൻ തന്നെ. ഈ മൂവ്മെന്റ് ഈ ടൈമിന്റെ പ്രഷർ കാരണം ഞാനത് വിട്ടു. ഞാൻ വേറെന്തോ പ്ലാനിങ് ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ മെയിൻ പ്ലാനിങ് ഇവിടെ ക്യാൻസലിങ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് ഞാൻ ചെയ്യാൻ വേണ്ടിയുള്ള രീതികളായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, പുള്ളിക്കാരി ഇങ്ങനെ വന്ന് എൻ്റെ റൂക്കിനെ കൊണ്ടേ പോകും. റൂക്ക് അല്ലെങ്കിൽ ക്യൂനെ നമ്മൾ കൊടുക്കും. നമ്മുടെ രാജ്ഞിയെ നമ്മൾ രക്ഷിക്കും. അപ്പോൾ ക്യൂനെ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നു. ദെൻ റൂക്കിനെ എടുക്കുന്നു. ഇപ്പം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ അവസാനത്തേക്ക് ആക്കണ്ട, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. ദെൻ ക്യൂനെ മാറ്റി. ക്യൂനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് വെട്ടാനൊരു പ്ലാനുണ്ട്. അവൻ എന്തായാലും റൂക്കിനെ എടുത്തുകൊണ്ട് പോകും. വെട്ടിയിട്ട് ചെക്ക് വിളിക്കും. അപ്പോൾ ഇതുകൊണ്ട് തടയും, അല്ലെങ്കിൽ ഇതുകൊണ്ട് തടയും. ഇതുകൊണ്ട് തടഞ്ഞാലും ഇവിടെ കൊണ്ടുവന്ന് ഈ ആളിനെ എടുത്തിട്ട് റൂക്കിന് ഒരു അറ്റാക്ക് കൊടുക്കുക. ഇതാണ് എൻ്റെ പ്ലാൻ. എന്തായാലും എൻ്റെ റൂക്കിനെ നല്ല നൈസിന് എടുത്തിരുന്നു. നമ്മൾ പ്ലാൻ പോലെ തന്നെ കൊണ്ടുവരുന്നു. റൂക്കിനെ എടുക്കാനടാ ബിഷപ്പിനെ കയറ്റി. ബിഷപ്പ് E2 കളിച്ചു. പുള്ളിക്ക് അങ്ങനെ 2-3 നീക്കങ്ങളെ അവിടെ ഉള്ളൂ. അതിനകത്ത് ബിഷപ്പ് E2 കളിച്ചു. നമ്മൾ റൂക്കിനെ എടുക്കാൻ വേണ്ടി അടുത്തോട്ട്. പക്ഷെ റൂക്കിനെ എടുക്കാൻ എനിക്ക് അവിടെ സാധിക്കത്തില്ല, കാരണം റൂക്ക് ഇങ്ങോട്ട് ഇവിടെ വന്ന് കയറിയാൽ പിന്നെ എനിക്ക് സപ്പോർട്ടിനെ ഒറ്റെണ്ണവനെ ഇറക്കിയിട്ടില്ല. ഈ സപ്പോർട്ടിനെ ആദ്യം തന്നെ ഇറക്കേണ്ടതായിരുന്നു. അതിനുള്ള ടൈം അവൻ തന്നില്ല. ടൈം ഇല്ല. 2 മിനിറ്റ് കളിയാണ്. ചെറ വെട്ടും കുത്തും എല്ലാം നടക്കുന്ന കളിയാണ്. എന്തായാലും റൂക്കിനെ കൊണ്ട് നടുക്കോട്ട് എത്തിച്ചിട്ടുണ്ട്. നൈറ്റിനെ ഇറക്കുന്നു, കാരണം ഒരു സപ്പോർട്ടിന് ആളെ വേണം. അതുകൊണ്ട് നൈറ്റിനെ ഇറക്കുന്നു. അവിടുന്ന് നൈറ്റ് കൊണ്ടുവരുന്നു. പുള്ളിക്കാരൻ എന്താ ചെയ്യാൻ അറിയില്ല. നമ്മൾ ഭയങ്കര കളിക്കാരാണല്ലോ. നൈറ്റിനെ വീണ്ടും എത്തിക്കുന്നു. ബിഷപ്പ് വെച്ച് എടുക്കാനുള്ള ഒരു ഇട്ട് കൊടുത്തതാണ്. കാരണം ബിഷപ്പ് വെച്ച് എടുക്കുമ്പോൾ ഞാൻ എൻ്റെ ബിഷപ്പ് ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. പുള്ളിക്കാരൻ കാണത്തില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. പുള്ളിക്കാരൻ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ബിഷപ്പ് വന്ന് അതിനെ എടുക്കുകയും മന്ത്രിക്കിട്ട് ഒരു പണി കൊടുക്കാനുള്ള ധാരണയിലാണ് ഞാൻ ഇത്രയും ചെയ്തു വെച്ചത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? യെസ്, എടുത്തു. എൻ്റെ പ്ലാൻ പോലെ തന്നെ നടന്നു. ബിഷപ്പിനെ എടുത്തു, മന്ത്രിക്കിട്ട് പണി. നീ എവിടുന്ന് വന്നടാ മരഭൂതമേ? അവിടെ നൈറ്റ് കയറി വന്നു. എന്നെ പാളിച്ച കെട്ടി കണ്ട. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ കളിച്ചുള്ള പാളിച്ചകളാണ്. എന്തായാലും കിങ്ങിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത രീതി ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ട് എന്നായിരുന്നെങ്കിൽ, യെസ്, നൈറ്റിനെ കൊണ്ടില്ല. നൈറ്റ് D4 കളിച്ചിട്ടുണ്ട്. ബിഷപ്പിനെതിരെ അറ്റാക്ക്. ഇത്രയും ഭാഗം കണ്ടപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് മനസ്സിലാകും ഈ കളി ഞാൻ കൊണ്ടുപോകും അല്ലേ? എനിക്ക് തോന്നുന്നുണ്ട് ഈ കളി ഞാൻ തന്നെ കൊണ്ടുപോകും. പക്ഷെ ക്ലൈമാക്സ് അതല്ല. ക്ലൈമാക്സ് എന്തോന്ന്, ക്ലൈമാക്സ് കണ്ടാലേ അറിയാവൂ. പുള്ളിക്കാരൻ ജയിക്കും. അതിപ്പോൾ ഞങ്ങൾ പറഞ്ഞേക്കാം. എങ്ങനെ ജയിക്കുന്നു ജസ്റ്റ് കണ്ടു നോക്കുക. അപ്പം പറഞ്ഞത് മറക്കണ്ട. 3 വീഡിയോസ് വേറെ കിടപ്പുണ്ട്, ജസ്റ്റ് കയറി കാണുക. 3 കുറേ അധികം വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് കയറി ചറ കണ്ടേ. പല രാജ്യക്കാരുമായിട്ട് പല സബ്സ്ക്രൈബറുമായിട്ടുള്ള വീഡിയോസ് ഒരെണ്ണമുണ്ട്, അത് കയറി കാണുക. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യുക. പെട്ടെന്ന് ചെയ്യുക. യെസ്, ബിഷപ്പ് ക്യാപ്ചർ F3. റൂക്കിനെ കൊണ്ടുവന്നു. ടൈം ഇല്ല കേട്ടോ. ടൈം അവന് 54 സെക്കൻഡും എനിക്ക് അത് ഉള്ളൂ.
പക്ഷേ എനിക്ക് 1 മിനിറ്റ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് കിങ്ങിനെ അങ്ങോട്ടുണ്ട്. പുള്ളിക്ക് 56 സെക്കൻഡേ ഉള്ളൂ. നിങ്ങൾ ആലോചിക്കണം, എനിക്ക് 1 മിനിറ്റ് 1.10 സെക്കൻഡ് ഇനി കിടപ്പുണ്ട്. കിങ് അല്ല ക്യൂൻ എച്ച് ദെൻ റൂക്കിനെ കൊണ്ടുവന്ന് തടയിട്ടു. ഇത് മിക്കൊരു സമനിലേക്ക് പോകും തോന്നുന്നു കേട്ടോ. എന്തായാലും സമനിലേക്ക് വിടാനുള്ള ഇതില്ല. കിങ് ക്യാപ്ചർ ക്യൂൻ ക്യാപ്ചർ H2. ദെൻ റൂക്കിനെ വീണ്ടും കൊണ്ടുവരുന്നു. പുള്ളിക്ക് വേറെ നീക്കമില്ല കേട്ടോ. വെറൈറ്റി വല്ല പിടിക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കണം, നമ്മൾ നീക്കണം. ദെൻ ഇത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. റൂക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി കളിക്കുക. എൻ്റെ രാജാവിനെ വെട്ടല്ലേ, എൻ്റെ രാജാവിനെ വെട്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി. നമുക്ക് ഇനി 51 സെക്കൻഡ് ഉള്ളൂ. പുതിയ പുതിയ ഐഡിയാസ് ആലോചിക്കാനുള്ള ടൈം പോലും അവന്മാരില്ല. പുള്ളിക്ക് 53 സെക്കൻഡും നമുക്ക് 51 സെക്കൻഡ്. സെക്കൻഡിൻ്റെ ഒക്കെ ഒരു ഇതേ മാറി മാറി പോന്നാണ്ട. ദെൻ ഞാൻ അടുത്ത ഏറ്റവും വലിയ ബ്ലണ്ടർ കാണിച്ചു. ബ്ലണ്ടർ ഇനി അങ്ങോട്ട് ഫുള്ള് ബ്ലണ്ടർ. ഓരോ നീക്കവും മണ്ടത്തരങ്ങൾ കൊണ്ട് നിറയ്ക്കുവാണ്. ഈ 53 സെക്കൻഡും ഈ മണ്ടത്തരം കൊണ്ട് മാത്രം നിറയ്ക്കും. ദെൻ വഴിവെട്ടി, രാജാവിന് പോവാൻ വഴിയൊഴുക്കി. എന്തായാലും ക്യൂനെ കൊണ്ടുവന്ന് G2 എത്തിച്ചിട്ടുണ്ട്. ബിഷപ്പിനെ ഇറക്കി, ബിഷപ്പ് D2. നൈറ്റിനെ മാറ്റിക്കൊണ്ട് റൂക്കിനെതിരെ ഒരു അറ്റാക്ക് കൊടുക്കാം. കണ്ട, നീ എവിടുന്ന് വന്ന് ഞാൻ വീണ്ടും ചോദിക്കുക. മരഭൂതം വീണ്ടും വന്ന് വെട്ടി, എൻ്റെ ബിഷപ്പിനെ വെട്ടിയെടുത്തു. കളി നേരെ തിരിഞ്ഞാണ്ടോ. ഇത്രയും നേരം പൂർണ്ണ ആധിപത്യം എനിക്കായിരുന്നു. കളി നേരെ തിരിഞ്ഞു. ചെറിയ മിസ്റ്റേക്കുകൾ ചെസ്സിൽ കാണിച്ചാലുള്ള പ്രധാന പ്രശ്നം ഇതാണ്. കളി നേരെ തിരിയും. ദെൻ അടുത്ത ഒരു മൂവ്മെന്റ് ചെയ്യാൻ നോക്കുവാണ്. അയ്യോ, വീണ്ടും മണ്ടത്തരം. കണ്ട, ഈ കളികളെ ചെസ് കളിയെ നിർത്തിയാലെന്ന് വിചാരിക്കുക. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക കേട്ടാ. ഇങ്ങനെ മണ്ടത്തരം കാണിക്കൂ. കണ്ട, നിങ്ങൾ നോക്ക്. എന്നെക്കാട്ടി വലിയ വാഴയായിരുന്നു അവൻ അതിനെക്കാട്ടി മണ്ടൻ. എടാ, കിങ് വെച്ചിട്ട് ആ കിങ്ങിനെ എടുത്താ പോരായിരുന്നോ? നീ നൈറ്റിനെ എടുക്കാൻ പോയ എന്തിനാ? ക്യൂൻ വെച്ചിട്ട് ക്യൂനെ എടുക്കാതെ നൈറ്റിനെ എടുക്കാൻ പോയേക്കുന്നു. ക്യൂൻ അവിടെ വായുമ്പോളം ഇരിക്കുന്ന കണ്ടില്ല. നീ എന്താ വെട്ടാതിരുന്നേ? ഞാൻ രക്ഷപ്പെട്ട് കേട്ടാ, ചാടി രക്ഷപ്പെട്ട്. മിടുക്കൻ. ടൈമിന്റെ പ്രഷറാണ് കേട്ടോ. ടൈം വിഷയം കൊണ്ടാണ് ഈ വിഷയം വരുന്നത്. അല്ലാതെ എനിക്കെതിരെ കളിക്കുന്നവൻ വെറും മണ്ടനായിട്ടൊന്നും അല്ല, നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ടൈമിന്റെ വിഷയം കൊണ്ട് പ്രഷർ അടിക്കുകയാണ്. 25 സെക്കൻഡേ ഉള്ളൂ. എനിക്ക് 13 സെക്കൻഡ്, അവന് 25 സെക്കൻഡ് കൂടെ ഉള്ളു. മിക്കവാറും തോൽവി എനിക്കായിരിക്കും. 13 സെക്കൻഡാണ് എനിക്കുള്ളൂ. അവൻ വീണ്ടും കിങ്ങിനെ കൊണ്ടുവരും. എനിക്ക് കിങ്ങിനെ വേണമെങ്കിൽ എടുത്താൽ പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ കിങ്ങിനെ മാറ്റി. അടുത്ത മൂമെന്റ് എൻ്റെ മണ്ടത്തരം, ആന മണ്ടത്തരം, ലോകോത്തര മണ്ടത്തരം. ആ കിങ്ങിനെ അവിടെ വെച്ചോണ്ട് മാറ്റാതെ കിങ്ങിനെ അവിടെ തന്നെ വെച്ചു. വന്ന് കിങ് ക്യൂനോടെ മാറിപ്പോകുന്നു. കിങ് അല്ല, ക്യൂനെ അവിടെ വെച്ചു. ക്യൂനെ വന്ന് ഇപ്പൊ വെട്ടി ചെക്കൻ വിന്നറായിട്ടുണ്ട്. ഒന്നും പറയാനില്ല. മറ്റൊരു വീഡിയോയുമായി ഉടനെ വീണ്ടും കാണാം. അപ്പം മറ്റേ വീഡിയോ കാണുന്നവരൊക്കെ പോയി കാണുക കേട്ടോ. വേറെ ഒന്നും പറയാനില്ല. അയ്യോ, തോറ്റേ.